പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അന്ന് പറഞ്ഞിരുന്നു ആസിഫ് അലിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്യൻറ്റ് പെർഫോമൻസസ് ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ആസിഫിന് ഏറ്റവും കൂടുതൽ ഒരു കയ്യടി കിട്ടുക എന്നുള്ളത് പെർഫോമൻസിനും ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കും കയ്യടി കിട്ടുന്നുണ്ട്. അതാണ് സന്തോഷം. പെർഫോമൻസിന്റെ കയ്യടി ഒരു വശത്ത്, മറുവശത്ത് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വാദിക്കുന്ന കാര്യങ്ങൾ, അതിന് സേതുവിന് ഒരു വലിയ കയ്യടി കൊടുക്കണം. സേതു ഒരു റൈറ്ററും കൂടിയാണ്. കാരണം അതൊരു ഡെലിക്കേറ്റ് സബ്ജക്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന, ഇവിടെ സ്ത്രീപക്ഷമെന്നോ പുരുഷപക്ഷമെന്നോ ഇല്ലാതെ തെറ്റാരുടെ ഭാഗത്തോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കിയിട്ടല്ല ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു പുരുഷപക്ഷ സിനിമയല്ല, സ്ത്രീപക്ഷ സിനിമയല്ല. ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ പുരുഷന് വേണ്ടി എന്തെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കൈയടിക്കുന്ന സ്ത്രീകളാണ്. അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ന്യായത്തിന്റെ കൂടെ സ്ത്രീകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മുടെയൊക്കെ മുഖം കണ്ട എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഒരു സക്സസിന്റെ കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ സിദ്ധാർത്ഥൻ, ഞാനും കൂടെ താഴെ ധീരന്റെ പ്രൊമോഷനിൽ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ വളരെ സന്തോഷത്തോടെ ജഗദീഷേട്ടാ കലക്കി കലക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആദ്യത്തെ റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. പടം വലിയ ഒരു സക്സസ് ആണെന്നുള്ള റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. ഇപ്പോൾ ടീമിൻ്റെ വർക്കാണ്. ഞങ്ങൾ ഇപ്പോഴും വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. ഈ സിനിമ ഞങ്ങൾ പറയുന്നു ഒരു പക്ക എൻ്റർടൈനറാണ്. ആ എൻ്റർടൈൻമെൻറ്റിൽ കുറേ നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഈ എൻ്റർടൈൻമെൻ്റായിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അഭിമാനമാണ് ഞങ്ങൾക്ക്. അതല്ലാതെ ഇതൊരു ഡോക്യുമെൻറ്റേഷൻ അല്ല, ഡോക്യുമെൻ്ററി സ്റ്റൈലല്ല, ഡ്രൈ അല്ല, ഒട്ടും ഡ്രൈ അല്ല. എൻ്റർടൈൻമെൻറ്റ് പാക്റ്റ് ആണ്. ഇതിലുള്ള ഓരോ ആർട്ടിസ്റ്റും മാക്സിമം എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഈ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയ സക്സസിന് വേണ്ടിയായിരിക്കാം ഈ തടസ്സങ്ങൾ വന്നത്. ഈശ്വരൻ അങ്ങനെ തടസ്സങ്ങൾ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ ഹിറ്റിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത്, അതിൽ വ്യക്തിപരമായി എനിക്കും വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരോടും ഉള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. ഇതിൽ നിങ്ങൾ എല്ലാവരും കാണണം. ആ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും. ഇതേപോലുള്ള നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും. താങ്ക് യു സോ മച്ച്.